ജോം കിറ്റ് നിശ്ചിത നീളത്തിൽ രേഖകൾ വരയ്ക്കുന്ന രീതി. വീഡിയോ 2. കാഴ്ച പരിമിതരായ കുട്ടികളുടെ ജാമിതീയ രൂപനിർമ്മാണത്തിന് സഹായിക്കുന്ന ടാക്ടൈൽ ജോമെട്രി കിറ്റിൻ്റെ ജോം കിറ്റിനെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഒരു നിശ്ചിത അളവിൽ 20 സെൻറ്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഒരു രേഖ വരയ്ക്കുന്നതാണ്. വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും പൂർണ്ണമായും കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് ഇത് കഴിയുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യം നമ്മൾ മാഗ്നറ്റിക് സ്ലേറ്റിൽ ടാക്ടൈൽ സ്കെയിൽ ഉറപ്പിക്കുന്നു. ഈ സ്കെയിൽ ഉപയോഗിച്ച് 20 സെൻറ്റിമീറ്റർ വരെ നീളങ്ങളാണ് രേഖപ്പെടുത്താൻ കഴിയുക. ഈ സ്കെയിലിൻ്റെ രണ്ടു വശത്തും സ്പർശിച്ചറിയാവുന്ന വിധത്തിൽ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഡോട്ടുകളുള്ളത് 0 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിലാണ്. ഓരോ സെൻറ്റിമീറ്ററുകളും അടയാളപ്പെടുത്തുന്നത് ഒരു ഡോട്ട് ഉപയോഗിച്ചാണ്. സെൻറ്റിമീറ്ററുകൾ നീളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയാണ് ഡോട്ടുകൾ. ഓരോ സെൻറ്റിമീറ്ററിനിടയിലും ചെറിയ നീളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5 മില്ലിമീറ്ററുകളാണ്. 5 മില്ലിമീറ്ററുകളാണ്. ഈ സ്കെയിൽ മാഗ്നറ്റിക് സ്ലേറ്റിൽ ഉറപ്പിക്കുമ്പോൾ ഒരു വശം മാഗ്നറ്റിക് സ്ലേറ്റിൽ നിന്നും ഏകദേശം 1 സെൻറ്റിമീറ്റർ ഉയർന്നു നിൽക്കുന്നതായി കാണാം. സ്കെയിലിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗം ഉപയോഗിച്ച് നിശ്ചിത അളവുകൾ പോയിൻ്റർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുവാനാണ് സ്കെയിലിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗം ഉപയോഗിച്ച് നിശ്ചിത അളവുകൾ പോയിൻ്റർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുവാനാണ് ഉയർന്നു നിൽക്കുന്ന ഭാഗം. സ്കെയിലിൻ്റെ മുകൾ വശത്ത് പോയിൻ്റർ ഇതുപോലെ ഉറപ്പിക്കുന്നു. സ്കെയിലിൻ്റെ ചേർന്നിരിക്കുന്ന മറുഭാഗം വരച്ച രേഖയുടെ അളവുകൾ കൃത്യമായി അളക്കുവാനാണ് ഉപയോഗിക്കുന്നത്. സ്കെയിലിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് ഓരോ സെൻറ്റിമീറ്ററുകളിലും 5 മില്ലിമീറ്ററുകളിലും ഒരു പൊഴി അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ഉണ്ടാകും. കാഴ്ചയിൽ ആ ഭാഗം തരംഗാകൃതി ആണ്. തരംഗത്തിൻ്റെ ആകൃതി, വേവ് സൈൻ. മാഗ്നറ്റിക് സ്ലേറ്റിൽ സ്കെയിൽ ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ 2 അരികിലും സ്ലേറ്റിൽ നിന്നും തുല്യമായ അളവുകളിൽ സ്പർശിച്ചറിയാവുന്ന വിധത്തിലുള്ള പൊഴിയെന്നോ കട്ടിങ്ങെന്നോ പറയാവുന്ന വിധത്തിലുള്ള ഒരു അടയാളപ്പെടുത്തലുകളുണ്ട്. ഈ 2 അരികിലുമുള്ള കട്ടിങ്ങുകളിൽ കൃത്യമായി വരുന്ന വിധത്തിൽ മാഗ്നറ്റിക് സ്ലേറ്റിൽ സ്കെയിൽ ഉറപ്പിച്ചാൽ ഒരു കാരണവശാലും നാം വരയ്ക്കുന്ന നേർരേഖ ചെരിഞ്ഞു പോവുകയില്ല. സ്ലേറ്റിന് സമാന്തരമായിരിക്കും. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇങ്ങനെ മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ 6 ഇടങ്ങളിൽ സമാന്തരമായി കട്ടിങ്ങുകൾ നിർമ്മിച്ചത് രേഖകൾ വരയ്ക്കുവാൻ വളരെ ഉപകാരപ്പെടുന്നു. എല്ലാ കട്ടിങ്ങുകളിലും സ്കെയിൽ കൃത്യമായി ഉപയോഗിച്ച് വരച്ചാൽ സമാന്തര രേഖകളാണ് കാണാൻ കഴിയുന്നത്. ആദ്യം നമുക്ക് മാഗ്നറ്റിക് സ്ലേറ്റിൽ സ്കെയിൽ ഉറപ്പിക്കാം. നമുക്ക് സൗകര്യമുള്ള
കട്ടിങ്ങുകളിലാണ് സ്കെയിൽ ഉറപ്പിക്കുന്നത്. ഇതാ നമ്മൾ സ്കെയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പോയിൻറ്റേഴ്സാണ്. സ്കെയിലിൽ നിശ്ചിത അളവുകൾ കണ്ടെത്തുവാനും രേഖപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ് പോയിൻറ്റേഴ്സ്. ഈ പോയിൻറ്റേഴ്സിൻ്റെ രൂപം ഒരു വൃത്താകൃതിയുടെ കാൽഭാഗം ഉള്ളതുപോലെയാണ്. മാഗ്നറ്റിക് സ്ലേറ്റിൽ ഇത് ഉറച്ചു നിൽക്കും. ഇതുപോലെ. പോയിൻറ്റേഴ്സിൽ കൂർത്ത ഉയർന്നു നിൽക്കുന്ന ഒരു പോയിൻ്റുണ്ട്. ഇതാണ് ബ്രെയിൽ പേപ്പറിൽ നിശ്ചിത അളവുകൾ രേഖപ്പെടുത്താൻ സഹായിക്കുന്നത്. പോയിൻ്ററിലെ കൂർത്ത ഉയർന്നു നിൽക്കുന്ന പോയിൻ്റ് സ്ലേറ്റിൽ ഫിക്സ് ചെയ്ത് സ്കെയിലിലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തുള്ള സെൻറ്റിമീറ്ററുകളിലെ പൊഴികളിൽ അല്ലെങ്കിൽ കട്ടിങ്ങിൽ വരുന്ന വിധത്തിൽ സ്കെയിലും പോയിൻ്ററും ഉറപ്പിക്കുക. ആദ്യത്തെ പോയിൻ്റർ നമ്മൾ ഉറപ്പിക്കുന്നത് സ്കെയിലിൻ്റെ അളവുകൾ ആരംഭിക്കുന്ന 0 സെൻറ്റിമീറ്ററിലാണ്. സ്കെയിലും പോയിൻ്ററും ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിൻ്റർ കൃത്യമായ പൊഴിയിൽ വീണിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ മാഗ്നറ്റിക് സ്ലേറ്റിൽ സ്കെയിൽ ചെരിയാതിരിക്കുവാനും നാം ശ്രദ്ധിക്കണം. 10 സെൻറ്റിമീറ്റർ അളവിലാണ് നേർരേഖ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോയിൻ്റർ സ്കെയിലിൻ്റെ 0 സെൻറ്റിമീറ്ററിൽ സ്കെയിൽ തുടങ്ങുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ പോയിൻ്റർ സ്കെയിലിൽ 10 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. 1, 2, 3 ഇങ്ങനെ 10ാമത്തെ പോയിൻ്റർ 10ാമത്തെ സെൻറ്റിമീറ്ററിൽ പോയിൻ്റർ ഉറപ്പിക്കുന്നു. നമ്മുടെ അളവുകൾ കൃത്യമാണോ എന്നറിയാൻ പോയിൻ്റർ ഫിക്സ് ചെയ്ത ഭാഗവും സ്കെയിലിൻ്റെ അളവും ഒന്നുകൂടി ഒത്തുനോക്കേണ്ടതാണ്. നിശ്ചിത അളവ് സ്കെയിലിൽ പോയിൻ്റേഴ്സ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റേഴ്സ് അനങ്ങാതെ സ്കെയിൽ മാഗ്നറ്റിക് സ്ലേറ്റിൽ നിന്നും മാറ്റുന്നു. ഇപ്പോൾ സ്ലേറ്റിൽ കാണുന്നത് 10 സെൻറ്റിമീറ്റർ അകലത്തിൽ 2 പോയിൻ്റേഴ്സ് ഉറപ്പിച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ രേഖ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രെയിൽ പേപ്പർ മാഗ്നറ്റിക് സ്ലേറ്റിൽ ഉറപ്പിക്കുകയാണ്. ബ്രെയിൽ പേപ്പർ ഉറപ്പിക്കുന്നത് പോലെ തന്നെ മാഗ്നറ്റിക് സ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ക്ലിപ്പ് പൊക്കി ബ്രെയിൽ പേപ്പർ ഫിക്സ് ചെയ്യുന്നു. അപ്പോഴെല്ലാം മാഗ്നറ്റിക് സ്ലേറ്റിലെ പോയിൻ്റേഴ്സ് സ്ഥാനം മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. പോയിൻ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മളുടെ ബ്രെയിൽ പേപ്പർ. പോയിൻ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതിനുശേഷം പോയിൻ്റേഴ്സ് ഇരിക്കുന്ന സ്ഥാനം നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് സ്പർശിച്ചറിയുന്നു. പോയിൻ്ററിൻ്റെ കൂർത്ത മുൻഭാഗമുള്ള സ്ഥാനം കണ്ടെത്തി പതുക്കെ 2 വിരലുകളുടെ ഇടയിൽ വെച്ച് അമർത്തിക്കഴിഞ്ഞാൽ പോയിൻ്ററിൻ്റെ കൂർത്ത മുൻഭാഗം ബ്രെയിൽ പേപ്പറിൽ 10 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള 2 പോയിൻ്റുകൾ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ബ്രെയിൽ പേപ്പർ മുകളിലേക്ക് പൊക്കി വയ്ക്കുന്നു. ബ്രെയിൽ പേപ്പറിൽ ടാക്റ്റൈൽ ലൈൻ 10 സെൻറ്റിമീറ്റർ അകലത്തിൽ വരയ്ക്കുവാൻ പോവുകയാണ്. പോയിൻ്ററുകളുടെ ഇടയിൽ സ്പർശിച്ചറിയാവുന്ന രേഖ വരയ്ക്കണമെങ്കിൽ ജോമെട്രി കിറ്റിലെ ലയൻ മാർക്കർ ഉപയോഗിക്കണം. ഈ കാണുന്നതാണ് ലയൻ മാർക്കർ. 20 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിനുള്ളത്. മാഗ്നറ്റിക് സ്ലേറ്റിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അയൺ സ്ട്രിപ്പ് ഇതിനുണ്ട്. ലൈൻ മാർക്കറിൻ്റെ മുകൾ ഭാഗം നമ്മളുടെ വീടുകളുടെ മേൽക്കൂരയുടേതുപോലെ ത്രികോണാകൃതിയിലാണ്.
ഈ ത്രികോണാകൃതി ബ്രെയിൽ പേപ്പറിൽ സ്പർശിച്ചറിയാവുന്ന രേഖ വരയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ലയൻ മാർക്കറിൻ്റെ അടിഭാഗത്ത് നീളത്തിൽ പൊഴിയുണ്ട്. ഈ പൊഴിയിൽ പോയിൻറ്റേഴ്സിൻ്റെ കൂർത്ത അഗ്രഭാഗം ഉറച്ചു നിൽക്കുവാനാണ് ഈ പൊഴി സഹായിക്കുന്നത്. ലയൻ മാർക്കർ പോയിൻറ്റേഴ്സിൻ്റെ മുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് പോയിൻറ്റേഴ്സിൻ്റെയും കൂർത്ത ഭാഗം ലയൻ മാർക്കറിൻ്റെ കൃത്യമായ പൊഴിയിലാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മുകളിലേക്ക് മടക്കി വെച്ച ബ്രെയിൽ പേപ്പർ മാഗ്നറ്റിക് സ്ലേറ്റിൽ കൃത്യമായ രീതിയിൽ വയ്ക്കുന്നു. ഇപ്പോൾ ലയൻ മാർക്കറുടെ മുകളിൽ ബ്രെയിൽ പേപ്പറാണ് ഇരിക്കുന്നത്. നമ്മുടെ കൈകളും വിരലുകളും ഉപയോഗിച്ച് ബ്രെയിൽ പേപ്പറിൽ അടയാളപ്പെടുത്തിയ 10 സെൻറ്റിമീറ്റർ പോയിൻ്റുകൾ സ്പർശിച്ചറിയുന്നു. ആ പോയിൻ്റുകളിൽ തന്നെയാണ് കൃത്യമായി ലയൻ മാർക്ക് ഇരിക്കുന്നതെന്ന് ഉറപ്പ്. ഇനി നമുക്ക് ഒരു നേർരേഖ വരച്ചാലോ? നേർരേഖ വരയ്ക്കാൻ സഹായിക്കുന്ന സ്റ്റൈലസാണ് ഈ കാണുന്നത്. നാം അറിയുന്ന സ്റ്റൈലസുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. സ്റ്റൈലസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ അറ്റത്ത് 2 കുത്തുകൾ പോലെ ഒരു ഭാഗമുണ്ട്. ഈ കുത്തുകൾക്കിടയിൽ ഒരു പൊഴിയുണ്ട്. ഈ പൊഴിയാണ് ലയൻ മാർക്കറിൻ്റെ വീടിൻ്റെ മേൽക്കുരയുടെ ആകൃതിയിലൂടെ അമർത്തി വരയ്ക്കുമ്പോൾ ബ്രെയിൽ പേപ്പറിൽ സ്പർശിച്ചറിയാവുന്ന രേഖ ഉയർന്നു വരുന്നത്. ബ്രെയിൽ പേപ്പറിലെ ആദ്യ പോയിന്റിൽ സ്റ്റൈലസ് വയ്ക്കുന്നു. ബ്രെയിൽ പേപ്പറിൻ്റെ അടിയിലെ ലയൻ മാർക്കറിലൂടെ അടുത്ത പോയിന്റ് വരെ സ്റ്റൈലസ് ഉപയോഗിച്ച് അമർത്തി വരയ്ക്കുന്നു. വിരലുകൾ കൊണ്ട് സ്പർശിച്ചാൽ 10 സെൻറ്റിമീറ്റർ രേഖ റെഡിയാണ്. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ AB എന്ന രേഖ റെഡിയാണ്. അതിനുശേഷം പോയിൻറ്റേഴ്സും ലയൻ മാർക്കറും മാഗ്നറ്റിക് ബോർഡിൽ നിന്നും മാറ്റുന്നു. ബ്രെയിൽ സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ഈ രേഖയ്ക്ക് AB എന്ന പേര് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ വരച്ച രേഖ 10 സെൻറ്റിമീറ്റർ കൃത്യമാണോ എന്ന് നമുക്ക് അളക്കാം. അളക്കാൻ ഉപയോഗിക്കുന്നത് സ്കെയിലിൻ്റെ മാഗ്നറ്റിക് സ്ലേറ്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ഉപയോഗിച്ചാണ്. ആദ്യ പോയിൻ്റ് സ്കെയിലിലെ 0 ഉറപ്പിക്കുന്നു. അടുത്ത പോയിൻ്റ് സ്കെയിലിൽ ഏത് അളവിലാണെന്ന് കണ്ടെത്തുന്നു. 10 സെൻറ്റിമീറ്റർ കൃത്യമായ രേഖ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ഇതുപോലെ 15 സെൻറ്റിമീറ്റർ രേഖ വരയ്ക്കുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഇത് 8 സെൻറ്റിമീറ്ററിൽ ഒരു രേഖ വരയ്ക്കുന്നതാണ്. ഇനി 12 സെൻറ്റിമീറ്റർ രേഖ വരയ്ക്കുന്നതാണ് നാം കാണുന്നത്. ഇനി വരയ്ക്കുന്നത് 5 സെൻറ്റിമീറ്റർ രേഖയാണ്. ഇരുപത് സെൻറ്റിമീറ്ററിൽ ഒരു രേഖയാണ് വരയ്ക്കുന്നത്. വിവിധ അളവുകളിൽ ബ്രെയിൽ പേപ്പറിൽ സ്പർശിച്ചറിയാവുന്ന രേഖകൾ വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജോം കിറ്റിലെ കോൺ മാപിനി ഉപയോഗിച്ച് കോൺ അളവുകൾ വരയ്ക്കുന്ന വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.